ട്രേഡിംഗ് വ്യൂയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡൗ ജോൺസ് 189 പോയിന്റ് പോസിറ്റീവായിട്ടും S&P 13 പോയിന്റ് പോസിറ്റീവായിട്ടും നസ്ഡാക്ക് 49 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 52 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഡൗണിനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയൊക്കെ ഗ്ലോബൽ ന്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വീക്ക്ലി ക്യാൻഡിലോട്ട് പോവാം. വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അതിന് മുന്നുള്ള രണ്ടാഴ്ചയും നമുക്ക് സ്ട്രോങ് ഒരു രണ്ട് ബെയറിഷ് ക്യാൻഡിലാണ്, റിവേഴ്സ് ക്യാൻഡിലാണ് ഉണ്ടായിരുന്നത്. അതിനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് മാർക്കറ്റ് ഇന്നലെ കൃത്യമായിട്ട് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈന് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്ന ട്രെൻഡ് ലൈനാണിത്. അത് ഇന്നലെ കൃത്യമായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട്, മാർക്കറ്റ് അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് ഇന്നലെ തിരിച്ച് കയറിയിരിക്കുന്നത്. കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് സപ്പോർട്ട് എടുക്കാനുള്ള 3 കൺഫർമേഷൻ ഉണ്ട്. ഒന്ന്, ഇവിടുത്തെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. 2, ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 3, നമ്മുടെ 0.5 to 0.618 സപ്പോർട്ട് ലെവലാണിത്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഇവിടെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്നലെ കൃത്യമായിട്ട് നമ്മളൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്രതീക്ഷിച്ചതാണ്. മാർക്കറ്റ് അവിടെ നിന്നൊരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോയി താഴെ നിന്ന് കൃത്യമായിട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇന്നലെ തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പം അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. തിരിച്ചിനി മാർക്കറ്റ് കയറുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലൈന് ഇനി അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടോ സപ്പോർട്ടായിട്ടോ ആക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലെടുത്ത് മാറ്റുന്നു. ഓക്കെ, ഇനി മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന സമയത്ത്, കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മാർക്കറ്റ് കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു റിവേഴ്സ് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 26,000-നടുത്ത്, 26,050, 26,060 അവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വന്നിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഇതിന് മുന്നേ വന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തിന് മുന്നെയാണ് ഇല്ലേ. ഇവിടെ ഓൾ ടൈം ഹൈ വന്നിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്, 2024 സെപ്റ്റംബറിലാണ് ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 26,200, 250 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ലെവലിന് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മളൊരു കഴിഞ്ഞ ജൂണിലൊക്കെ ഇവിടെ മാർക്കറ്റ് കയറി വന്ന് ഏകദേശം 25,600 അടുപ്പിച്ച് വന്നിട്ടാണ് വീണ്ടും താഴോട്ട് പോയത്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ നമ്മൾ വീണ്ടും ഇത് ബ്രേക്കൗട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ്. ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല. വീണ്ടും കഴിഞ്ഞ 2 ആഴ്ചയിൽ വീണ്ടും 26,000-ന് മാർക്കറ്റ് 26,000-ന് മുകളിൽ മാർക്കറ്റ് വന്നു. എങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ മാർക്കറ്റ് ഇനി മുകളിലോട്ട് കയറുന്ന സമയത്ത് തിരിച്ച് മാർക്കറ്റ് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഇങ്ങോട്ട് വരും. കാരണം ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാൾ കൊണ്ടേ പറയുന്ന ഫോർമേഷൻ തന്നെയാണ്. മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തു, അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഹയ്യർ ലോ, ഹയ്യർ ഹൈ, വീണ്ടും ഹയ്യർ ലോ, വീണ്ടും ഹയ്യർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ ഒരു അപ് ട്രെൻഡ് ഫോർമേഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ വീണ്ടും മാർക്കറ്റ് കയറി വരികയാണെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി കഴിഞ്ഞ 1 വർഷത്തെ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് കഴിഞ്ഞ 1 വർഷത്തിൽ. അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ
ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് 4300 പോയിൻറ്റിൻ്റെ ഒരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഏകദേശം ഈ ഒരു ഹൈയിലൊക്കെ വെച്ച് ഇപ്പം മ്യൂച്വൽ ഫണ്ടൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ റിട്ടേൺസ് ഒന്നും ഒരു മ്യൂച്വൽ ഫണ്ടും ഗോൾഡും സിൽവറും ഒഴികെയുള്ള മറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ റിട്ടേൺസ് കൊടുത്തിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 4000 പോയിൻറ്റ് താഴോട്ട് പോയിട്ടാണ് തിരിച്ചു കയറി വരുന്നത്. അപ്പം അവിടെ സ്റ്റോക്കുകൾ വലുതായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് സ്റ്റോക്കുകൾ വീണ്ടും ആ ഒരു പഴയ ലെവലിലോട്ടൊക്കെ വലുതായിട്ട് കയറി വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് വലിയൊരു കൺസോൾട്ടേഷനാണ് നടന്നിരിക്കുന്നത്. 4200 പോയിൻറ്റിൻ്റെ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് കിട്ടിയാൽ ഏകദേശം ഈ ഒരു ലെവലിൽ വീണ്ടും മാർക്കറ്റ് കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റിൻ്റെ ആ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് വലിയൊരു പോക്കായിരിക്കും. ഇതിന് മുന്നേ ഇതുപോലെ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് മാർക്കറ്റിൽ. നമ്മൾ ബാക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നോക്കിയേ, ഈ 2021 ഒക്ടോബർ തൊട്ട് സെയിം ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 3400 പോയിൻറ്റിൻ്റെ കൺസോൾട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഏകദേശം 1.5 വർഷം നീണ്ടു നിന്ന കൺസോൾട്ടേഷനാണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ആ സമയത്തും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് താഴോട്ട് പോയി, പിന്നെ മുകളിലോട്ട് പോയി, വീണ്ടും താഴോട്ട് വന്ന്, വീണ്ടും മുകളിലോട്ട് പോയി, ആ ഒരു ലെവലിൽ നിന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വന്നു. അപ്പം ആ ഒരു ഏരിയയിൽ 3400 പോയിൻറ്റിൻ്റെ കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടിയിട്ട് അടുത്ത 3500 പോയിൻറ്റ് സഞ്ചരിച്ചത് എത്ര ദിവസം കൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസം കൊണ്ടാണ് മാർക്കറ്റിൽ അടുത്തൊരു ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം നടന്നിരിക്കുന്ന 3400 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വെറും 6 മാസം കൊണ്ടാണ് നടന്നിരിക്കുന്നത്. അപ്പം എപ്പോഴും ആ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ്റെ റേഞ്ച് എത്രയാണോ അത്രയും പോയിൻറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകും. സെയിം ഒരു ഫോർമേഷൻ എവിടെ നടക്കാൻ സാധ്യതയുണ്ട്? നമുക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടക്കുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ ലെവലായിട്ടുള്ള 26200 ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4000 പോയിൻറ്റിൻ്റെ റാലി ഇതിന് മുകളിലോട്ട് നടക്കാൻ സാധ്യതയുണ്ട്. 4200 പോയിൻറ്റിൻ്റെ റാലി എന്ന് പറയുന്നത് ഏകദേശം നിഫ്റ്റിയുടെ ഇൻഡെക്സ് ലെവൽ 30,000-ന് മുകളിൽ വരും. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഇല്ല ഇത്രയും മുകളിലോട്ട് കയറി പോവുമോ, വീണ്ടും 26,000-ന് മുകളിൽ 30,000 പെട്ടെന്ന് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയും പോയിന്റ് നമ്മൾ ആ സമയത്ത് ഇവിടെ 18,000-ലൊക്കെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് അടുത്ത 6 മാസം കൊണ്ട് 3000 പോയിന്റ് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സെയിം അതേ ഒരു ഇത് തന്നെയാണ് മാർക്കറ്റിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. എപ്പോഴാണോ 26,200 ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടുന്നത് ആ സമയത്ത് ഈ ഒരു റേഞ്ച് അത്രയും നേരെ മുകളിലോട്ട് കോപ്പി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ചാർട്ടിൽ എഴുതിയിട്ടേക്കുക 30,000 എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുന്നത് 26,200 റേഞ്ച് എപ്പോഴാണോ മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം 30,000 ഒരു 6 മാസത്തിനുള്ളിലെങ്കിലും എത്തും എന്നുള്ള കാര്യം. അപ്പം ഈ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഒരിക്കൽ റെക്കോർഡ് ചെയ്തതാണ്. ഏകദേശം 25 മിനിറ്റ് എടുത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് സ്ക്രീൻ റെക്കോർഡിംഗ് ഇടാൻ മറന്നുപോയത്. അപ്പം ആ വീഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു. അപ്പം അത്രയും സമയം സംസാരിച്ചിട്ടാണ് വീണ്ടും ഒന്നേന്ന് റെക്കോർഡിങ് തുടങ്ങിയത്. ഓക്കെ, വെള്ളിയാഴ്ചത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റുകളെല്ലാം രണ്ടാമത്തേതിൽ വരണമെന്നില്ല. പല പോയിന്റുകളും മിസ്സായിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഓക്കെ, വെള്ളിയാഴ്ച നമ്മൾ
വെള്ളിയാഴ്ചത്തെ ലെവൽസ് താഴോട്ടാണ്. ഫസ്റ്റ് മാർക്കറ്റിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് തന്നെ വലിയ ഫോളിലോട്ടാണ് മാർക്കറ്റ് വീണത്. നമ്മുടെ പ്രഡിക്ഷൻസ് എന്തായിരുന്നു? മാർക്കറ്റ് ഒരു 2:45 കഴിഞ്ഞിട്ട് ഷോർട്ട് കവറിങ് റാലി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? പക്ഷേ ഇന്നലെ 2:45 ഷോർട്ട് കവറിങ് റാലി ഇല്ലായിരുന്നു. എപ്പോഴാണ്? 10:15 ഷോർട്ട് കവറിങ്. ഇവിടെ നിന്നാണ് ഷോർട്ട് കവറിങ് തുടങ്ങിയത്. കാരണം എൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് കയറിയിട്ട് CPRൽ നിന്ന് താഴോട്ട് മാർക്കറ്റ് വരികയും വൈകുന്നേരം അവസാനത്തെ സെഷനിൽ മാർക്കറ്റിൽ ഒരു ഷോർട്ട് കവറിങ് മുകളിലോട്ട് പ്രതീക്ഷിച്ചു തരുന്നതാണ്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴോട്ട് വന്നു. അവിടെ നിന്നൊരു ഷോർട്ട് കവറിങ് നടന്നു. പിന്നെ അവസാനത്തെ സെഷനിൽ മുകളിൽ നിന്ന് താഴോട്ട് മാർക്കറ്റ് വന്നു. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ അവസാനം 2:45 സമയത്ത് 2:30ക്ക് മുകളിൽ നിന്ന് താഴോട്ട് പുട്ട് ഓപ്ഷന് വേണ്ടിയിട്ട് കോൾ തരാൻ കാരണം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു. നമുക്ക് കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡ്, ഒരു റിവേഴ്സ് ട്രെൻഡിനുള്ള സാധ്യത വന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച സ്ട്രോങ് ബൈയിങ് നടന്നിട്ടുണ്ട്. ഏകദേശം FIS ബൈയിങ്ങിലോട്ട് വന്നു. സ്റ്റോക്കിൽ 4581 കോടിക്ക് സ്റ്റോക്കിൽ ബൈയിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DIS 6675 കോടിക്ക് ഏകദേശം 11,000 കോടി അടുപ്പിച്ച് സ്ട്രോങ് സ്റ്റോക്കിൽ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് വന്നിട്ടുണ്ട്. ബൈയിങ് വന്നിരിക്കുന്ന സമയം ഏതാണ്? ബൈയിങ് വന്നിരിക്കുന്ന സമയം നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിലിൽ കണ്ട കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന 50% സപ്പോർട്ട് 50% സപ്പോർട്ട് ഏരിയയിലാണ് കൃത്യമായിട്ട് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് മാർക്കറ്റിൽ. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ബെൻഡ് വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാധ്യതയുള്ള സമയത്ത് മാർക്കറ്റിലൊരു സ്ട്രക്ചറിലൊരു ബെൻഡ് വരാൻ സാധ്യതയുണ്ടെന്ന്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിൽ അപ് ട്രെൻഡ് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾ CPRൻ്റെ സ്ട്രാറ്റജി പഠിച്ചിട്ടുള്ള സമയത്ത് CPR നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് CPRൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിച്ചിരുന്നു. അന്ന് CPR പഠിക്കുന്ന സമയത്ത് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിച്ചിരുന്നു. കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത സമയത്ത് വരച്ചിട്ടതായത്. ഓക്കെ, നമ്മൾ CPRൽ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിച്ചിട്ടുണ്ട്. എപ്പോഴും CPRും മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. CPRൻ്റെ താഴെയാണ് മാർക്കറ്റെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. CPRന് മുകളിലാണ് മാർക്കറ്റെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അപ് ട്രെൻഡ് ആയിരിക്കും. കാരണം CPRന് താഴെയാണ് മാർക്കറ്റെങ്കിൽ CPR റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. CPRന് മുകളിലാണ് മാർക്കറ്റെങ്കിൽ CPR സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതാ ഇവിടെ നിന്ന് ഈ ഒരു ഇത് നോക്കിയാൽ CPR മുകളിലാണ്, റെസിസ്റ്റൻസ് ആണ്, താഴോട്ട് വന്നു. വീണ്ടും ഇവിടെ CPR റെസിസ്റ്റൻസ് ആണ്, താഴോട്ട് വന്നു. എപ്പോഴാണോ CPR അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക്ഔട്ട് കിട്ടുന്നത് മാർക്കറ്റിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കും. എന്തിനാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത്? മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ നടക്കുന്നതെന്ന് പറയുന്നത് അവിടെ നിന്ന് ഒന്നുകിൽ റിവേഴ്സ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ഒരു 80% കൺസോൾട്ടേഷൻ നടക്കുന്നത് റിവേഴ്സിന് വേണ്ടിയിട്ടാണ്. ആ റിവേഴ്സ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? CPR ബ്രേക്ക്ഔട്ട് കിട്ടി മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകണം. അപ്പം CPR എന്തായാലും ബ്രേക്ക്ഔട്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ബ്രേക്ക്ഔട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ CPR സപ്പോർട്ടായി മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇല്ലേ? പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ CPR മുകളിലോട്ടാണ്, മാർക്കറ്റും മുകളിലോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ നടന്നു. ഈ ഒരു ഏരിയയിൽ വീണ്ടും കൺസോൾട്ടേഷൻ നടന്നു. CPR താഴെയായിരുന്നു, മാർക്കറ്റ് മുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് CPR ബ്രേക്ക്ഔട്ട് കിട്ടി. CPR ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ CPR റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് CPR എവിടെയാണ്? CPR റെസിസ്റ്റൻസ് ആണ്, മാർക്കറ്റിൻ്റെ മുകളിലാണ്. അപ്പം CPR താഴോട്ട് വരുന്തോറും മാർക്കറ്റും അതിനനുസരിച്ച് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. എപ്പോഴാണ് CPR ചേഞ്ച് ആവുന്നത്, മാർക്കറ്റ് ട്രെൻഡ് മാറുന്നത്? ഇവിടെ മാർക്കറ്റിലൊരു ബെൻഡ് വന്നു.
മാർക്കറ്റിൽ ഇവിടെ ഒരു ബെൻഡ് വന്നു, അതോടൊപ്പം തന്നെ CPR ബ്രേക്കൗട്ട് കിട്ടി. CPR ബ്രേക്കൗട്ട് കിട്ടി, മാർക്കറ്റ് അവിടെ 2-3 ദിവസം കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റിനൊരു ഡയറക്ഷൻ കിട്ടി. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട് കിട്ടിയപ്പം CPR സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ വീണ്ടും സപ്പോർട്ട് കിട്ടി, സപ്പോർട്ടിൻ്റെ താഴെയായിരുന്നു, മാർക്കറ്റ് മുകളിലായിരുന്നു. വീണ്ടും മുകളിലോട്ട് കയറുന്ന സമയത്ത് CPR താഴെയും മാർക്കറ്റ് മുകളിലുമാണ്. ഇവിടെ മാർക്കറ്റ് മുകളിലും CPR താഴെയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ നടന്നു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറി. അതിനുശേഷം മാർക്കറ്റ് സ്ഥിരം അങ്ങ് അപ് ട്രെൻഡ് തന്നെയായിരുന്നു. പിന്നെ വീണ്ടും കൺസോൾട്ടേഷൻ നടക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് CPRും മാർക്കറ്റും തമ്മിലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും CPR ബ്രേക്കൗട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഇവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡ് കിട്ടി. ഡൗൺ ട്രെൻഡ് കിട്ടിയപ്പം CPR മുകളിലും മാർക്കറ്റ് താഴെയുമായി. ഇങ്ങനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വരയ്ക്കും മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, വെള്ളിയാഴ്ച മാർക്കറ്റിൽ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ട് മാർക്കറ്റ് പോയി ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഏത് ലോയാണ്? ഇതിൻ്റെ മുകളിലാണ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വെള്ളിയാഴ്ച ഓൾറെഡി ലോവർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിൽ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. സ്ട്രക്ചർ മാറിയപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, അതുവരയ്ക്കും മുകളിലുണ്ടായിരുന്ന CPR തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ താഴെ വരും. കാരണം ഇവിടെ ഒന്ന് റിവേഴ്സിനുള്ള ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡേ ക്യാൻഡിലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഓൾറെഡി നമ്മൾക്ക് 3 സപ്പോർട്ടിൻ്റെ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. അവിടെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ CPRലും സ്ട്രക്ചർ മാറി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് CPR മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. തിങ്കളാഴ്ച മുതൽ CPR എവിടെയാണ്? മാർക്കറ്റിന് താഴെയാണ്. വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ചത്തെ CPRൻ്റെ മുകളിലാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി CPR സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഈ ഒരു ലൈന് മുകളിലോട്ട് മാറ്റാം. 25,540 ബ്രേക്കൗട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,620 വരയ്ക്കും ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, 560 ഇനി ഒരു വിക്കിൻ്റെ മുകളിലിരിക്കട്ടെ. 550 മുകളിലോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. 25,617 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഇത് 680 തന്നെയാണ്. ഈ ഒരു ലെവൽ തന്നെ ഇരിക്കട്ടെ. 680 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന ടാർഗറ്റ് 763. അതിൽ വ്യത്യാസമൊന്നുമില്ല. മുകളിലോട്ട് താഴോട്ട് ഈ ഒരു ലോ ബ്രേക്കൗട്ട് കിട്ടിയാൽ 457, 460 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ താഴോട്ട് എൻട്രി നോക്കാം. നമ്മൾ ഈ ഒരു ടാർഗറ്റ് ഒന്ന് കുറയ്ക്കുന്നുണ്ട്. 400 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് വെള്ളിയാഴ്ചത്തെ ലോ. $330 താഴത്തെ ടാർഗറ്റ് വരുന്നത് 330 ഓക്കെ, ഇതിൽ കൃത്യമായിട്ട് ഇതിനിടയ്ക്ക് ഈ 460 ലെവലിലൊക്കെ ചിലപ്പോൾ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം 460 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കാം. ഇൻട്രാഡേ ചാർട്ട് നോക്കാം. ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചത്തെ ട്രെൻഡ് നമുക്കൊരു അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം
ഇവിടെ അടുത്ത ഹൈ വന്നു, ചെറിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ അടുത്ത ഹൈ വന്നു, ചെറിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ചെറുതായിട്ടൊന്ന് ട്രെൻഡ് മാറിയിട്ടുണ്ട്, പക്ഷേ ലോ കട്ട് ചെയ്തിട്ടില്ല താഴോട്ട്. അപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു ലോയ്ക്ക് താഴെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 25,449, 25,429 കൃത്യമായിട്ട് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് CPR വരുന്നത് 25,434, 25,473 ഏകദേശം 40 പോയിന്റിൻ്റെ CPR ആണ് വരുന്നത്. CPRൽ മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. 25,449, 25,429 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറും. അപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകും. ഡൗൺ ട്രെൻഡ് ഏതുവരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ലോ അവിടെ നിന്ന് എന്തായാലും 25,377, 25,357 രണ്ടാമത്തെ സപ്പോർട്ട് കിട്ടണം. ഇതുവരയ്ക്കും പേടിക്കാനൊന്നുമില്ല, വെള്ളിയാഴ്ചത്തെ ലോ വരയ്ക്കും പേടിക്കാനൊന്നുമില്ല. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് വെള്ളിയാഴ്ചത്തെ ഈ ഒരു 2 മണിക്ക് വന്നിട്ടുള്ള ആ ഒരു ലോ കട്ട് ചെയ്ത് താഴെ പോയാലും ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും വെള്ളിയാഴ്ചത്തെ ലോ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ട്രെൻഡ് മാറാൻ സാധ്യതയില്ല, തിരിച്ച് മുകളിലോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം താഴത്തെ 2 സപ്പോർട്ടും പ്രധാനമാണ്, 25,449, 25,429. പിന്നെ താഴെ വരുന്നത് 25,377, 357. CPRൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഹൈ വയ്ക്കുക. ഈ ഒരു ഹൈയിൽ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന സമയത്ത് ഏകദേശം 150 പോയിന്റിൻ്റെ ടാർഗറ്റാണ്. ഇവിടെ ഒരു 70-80 പോയിന്റിൽ ടാർഗറ്റ് വയ്ക്കുക. രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് 25,609, 25,589 ആണ്. ഏറ്റവും മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് 25,676, 25,697. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇൻട്രാഡേ ലെവൽസ്. ബാക്കി ലെവൽസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.